ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോഷൻ എന്ന ചാപ്റ്ററിലെ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സിൽ സെക്കൻഡ് എലമെൻ്റായ പേഴ്സണൽ സെല്ലിങ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ സെല്ലിങ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഉണ്ട്. എന്താണ് ഐഡാസ് അപ്രോച്ചസ് എന്നും then what are the different process of personal selling എന്നീ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, what do you mean by IDAS approach? IDAS approach is an effective and popular approach to selling. സെല്ലിങ്ങിന് എഫക്റ്റീവും പോപ്പുലറുമായുള്ള അപ്രോച്ചസ് ആണ് ഐഡാസ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഐഡാസ് stand for attention, interest, desire, action and satisfaction. ഐഡാസ് അപ്രോച്ചസ് ഈ പറയുന്ന 5 സ്റ്റേജസുകളിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അഥവാ അറ്റൻഷൻസിലൂടെയും ഇൻട്രസ്റ്റിലൂടെയും ഡിസയറിലൂടെയും ആക്ഷനിലൂടെയും സാറ്റിസ്ഫാക്ഷൻ എന്നിങ്ങനെയുള്ള 5 ടേംസിലൂടെയാണ് ഐഡാസ് അപ്രോച്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദിസ് അപ്രോച്ചസ് ഈസ് ഫോളോവ്ഡ് ഇൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്. ഐഡാസ് അപ്രോച്ചസ് ഫോളോ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 എലമെൻ്റാണ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്. പ്രൊമോഷൻ മിക്സിലെ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്സുമാണ് ഐഡാസ് അപ്രോച്ചസ് ഫോളോ ചെയ്യുന്നത്. ബോത്ത് ദി അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ദി സെയിൽസ്മാൻ അട്രാക്ട് ദി കൺസ്യൂമേഴ്സ് ടുവാർഡ്സ് ദി പ്രോഡക്റ്റ്, ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി മൈൻഡ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അഡ്വർടൈസ്മെൻറ്റിലൂടെയും സെയിൽസ്മാൻമാരിലൂടെയും കസ്റ്റമേഴ്സിനെ പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ മെയിനായിട്ട് ഈ അപ്രോച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. ടു ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് അത് പ്രോഡക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റിലേക്ക് അത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഐഡാസ് അപ്രോച്ചസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Following are the different stages in the IDAS approaches. IDAS approachesൻ്റെ 5 സ്റ്റേജസുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, അറ്റൻഷൻ. അറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദി അറ്റൻഷൻ ഓഫ് ദി കസ്റ്റമർ മസ്റ്റ് ബി അട്രാക്റ്റഡ് ടു ദി പ്രോഡക്റ്റ്. ഐഡാസ് അപ്രോച്ചസിലെ ഫസ്റ്റ് സ്റ്റേജാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ അത് പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ്. ദെൻ ദി സെയിൽസ്മാൻ മസ്റ്റ് ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. സെയിൽസ്മാൻ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റ് സെയിൽസ്മാൻമാർ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. Then desire. The salesman must create the desire of customers to have the product. Desire എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസ്മാന് കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് ലഭിക്കുന്നതിനുള്ള ആ ഒരു ഡിസയർ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ആക്ഷൻ. ദി ഫസ്റ്റ് 3 സ്റ്റേജസ് വിൽ ലീഡ് ടു ആക്ഷൻ, ദാറ്റ് ഈസ് ഗെറ്റിംഗ് ആൻ ഓർഡർ. ആക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ഈ 3 സ്റ്റേജസുകളും ലീഡ് ചെയ്യുന്നതിനെയാണ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് സാറ്റിസ്ഫാക്ഷൻ. ഹി മസ്റ്റ് എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിമൂവ് പോസ്റ്റ് സെയിൽസ് പ്രോബ്ലംസ്. സാറ്റിസ്ഫാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കുകയും പോസ്റ്റ് സെയിൽസ് പ്രോബ്ലംസുകൾ റിമൂവ് ചെയ്യുകയും വേണം. ഏതിൻ്റെ കേസിൽ? ഐഡാസ് അപ്രോച്ചസിൻ്റെ കേസിൽ. നെക്സ്റ്റ്, personal selling process. Selling is the sequence of steps involved in the conversion of human desire into demand for a products or services. Personal selling process എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനോ സർവീസസിനോ വേണ്ടി ഹ്യൂമൻ ഡിസയർ അഥവാ മനുഷ്യൻ്റെ ആഗ്രഹത്തെ ഡിമാൻഡാക്കി മാറ്റുന്നതിനുള്ള സ്റ്റേജസുകളെയാണ് പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. Personal selling process involve the following stages. പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിൽ
നിരവധി സ്റ്റേജസുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത്തരം സ്റ്റേജസുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് പ്രോസ്പെക്റ്റിംഗ്, സെക്കൻഡ് പ്രിപ്പയറിംഗ് ഓർ പ്രീ അപ്രോച്ച്, തേർഡ് അപ്രോച്ചിങ്, ഫോർത്ത് പ്രസൻറ്റേഷൻ, ഫിഫ്ത്ത് വൺ ഡെമോൺസ്ട്രേഷൻ, സിക്സ്ത് ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ, സെവൻത്ത് ക്ലോസിംഗ് ദി സെയിൽസ്, ഫൈനലി എയ്ത്ത് ഫോളോ അപ്പ്. ഈ പറയുന്ന 8 സ്റ്റേജസുകളിലൂടെയാണ് ഒരു പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ് സാധ്യമാവുന്നത്. ഇനി ഓരോ സ്റ്റേജസുകളും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് പ്രോസ്പെക്റ്റിംഗ്. എന്താണ് പ്രോസ്പെക്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോസ്പെക്റ്റിംഗ് ഈസ് ദി വർക്ക് ഓഫ് കളക്ടിംഗ് ദി നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് പേഴ്സൺസ് who are likely to buy the firm, product or services. While collecting the details, suspect must be separated from prospect to avoid waste of time. പ്രോസ്പെക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സർവീസിങ്ങിലൂടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് അഥവാ വ്യക്തികളെ കണ്ടെത്തി അവരുടെ നെയിമും അഡ്രസ്സസും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യുന്ന വർക്കിനെയാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ നമുക്ക് വേസ്റ്റ് ഓഫ് ടൈം അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് എന്നാണ്. പ്രോസ്പെക്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സർവീസിങ്ങിലൂടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളെ കണ്ടെത്തി അവരുടെ നെയിമും അഡ്രസ്സസും കളക്ട് ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തരം ഒരു പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ലാഗ് വരുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രിപ്പയറിംഗ് ഓർ പ്രീ അപ്രോച്ച്. പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ അപ്രോച്ച്. പ്രീ അപ്രോച്ച് ഈസ് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽഡ് ഫാക്റ്റ് അബൌട്ട് എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ ടു ഹാവ് എഫക്റ്റീവ് സെയിൽസ് അപ്പീൽ ഓൺ ഹിം ഓർ ഹെർ. It is closer look of prospects like habits, financial status, social esteem, family background, material status, taste and preferences, etc. പ്രീ അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സൺസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയുള്ള ഇൻഫോർമേഷൻസുകൾ കസ്റ്റമേഴ്സിന് എഫക്റ്റീവായ രീതിയിൽ സെയിൽ ചെയ്യുന്നതിനുള്ള അപ്പീൽ നേടുക എന്നതാണ് പ്രീ അപ്രോച്ചസ് എന്നുള്ള പ്രോസസ്സിൽ മെയിനായിട്ട് സാധ്യമാവുന്നത്. ഇത്തരം അപ്രോച്ചസുകളിൽ ഹാബിറ്റ്സ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ എസ്റ്റീംസ്, മെറ്റീരിയൽ സ്റ്റാറ്റസ്, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്നിവ പോലുള്ള സാധ്യതയെക്കുറിച്ച് കൂടുതലായിട്ട് അവരെന്താണ് വെരിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രീ അപ്രോച്ചസ് can be understood from the following points. പ്രീ അപ്രോച്ചസിൻ്റെ പ്രാധാന്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് എ സെയിൽസ്മാൻ കോൺസെൻട്രേറ്റ്സ് ഓൺലി ഓൺ ദി പ്രോസ്പെക്ട്സ് ആൻഡ് നോട്ട് ഓൺ ദി സസ്പെക്ട്, ദസ് സേവിങ് ഹിസ് ടൈം ആൻഡ് എനർജി. ഒരു സെയിൽസ്മാന് അവരുടെ സാധ്യതകളിൽ മാത്രം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്രീ അപ്രോച്ചസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തരം മെത്തേഡ്സുകൾ ഇവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അവരുടെ ടൈമും അതുപോലെ തന്നെ എനർജിയും ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് എ സെയിൽസ്മാൻ ഇൻ ഗെറ്റിംഗ് ഓൾ ദി പോസിബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോസ്പെക്ട് ബിഫോർ അപ്രോച്ചിങ് ഹിം. ഇവിടെ പറയുന്നത് ഈ സെയിൽസ്മാൻമാരെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള സാധ്യതയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും പ്രൊവൈഡ് ചെയ്യാൻ ഈ പ്രീ അപ്രോച്ചസ് സെയിൽസ്മാൻമാരെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ദി സെയിൽസ് പേഴ്സൺ ടു ഗീവ് എ സെയിൽസ് പ്രസൻറ്റേഷൻ മോർ എഫിഷ്യൻ്റ്ലി, എഫക്റ്റീവ്ലി ആൻഡ് വിത്ത് കോൺഫിഡൻസ്. ഇവിടെ സെല്ലേഴ്സിനെ കൂടുതൽ എഫിഷ്യൻ്റായും എഫക്റ്റീവായും കോൺഫിഡൻ്റായും
പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് പേഴ്സൺസ് സഹായിക്കുന്നുണ്ട്. അഥവാ സെല്ലേഴ്സിനെ കൂടുതൽ എഫിഷ്യൻറ്റും എഫക്റ്റീവും കോൺഫിഡൻ്റ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് പേഴ്സൺസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് പ്രീ അപ്രോച്ചസിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് അപ്രോച്ചിങ്. അപ്രോച്ച് മീൻസ് ദി മീറ്റിംഗ് ഓഫ് ദി പ്രോസ്പെക്റ്റ് ഇൻ പേഴ്സൺ ബൈ ദി സെയിൽസ്മാൻ. ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് വിത്ത് ദി പ്രോസ്പെക്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം ബെറ്റർ. അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസ്മാൻമാരുമായി ഡയറക്റ്റ് ആളൊരു മീറ്റിംഗ് കണ്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്റ്റേജസിൽ മെയിനായിട്ട് പറയുന്നത്. അത്തരം ഒരു മീറ്റിംഗ്സ് കണ്ടക്റ്റ് ചെയ്യുമ്പോൾ സെയിൽസ്മാൻമാരുമായിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് നടത്തുന്നതിലൂടെ അവരുടെ സാധ്യതയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് സക്സസ്ഫുൾ അപ്രോച്ചിങ് ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം ദി ഫോളോയിങ് പോയിന്റ്. സക്സസ്ഫുള്ളായ അപ്രോച്ചിങ് അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, എ സക്സസ്ഫുൾ അപ്രോച്ച് പ്രൊമോട്ട് ദി സെയിൽസ്. സക്സസ്ഫുള്ളായ അപ്രോച്ചസ് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എ ഫെയിൽഡ് അപ്രോച്ച് ഗീവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദി റിവൽ കമ്പനി ഓർ കോമ്പറ്റീറ്റർ കമ്പനി. ഒരു ഫെയിൽഡ് ആയിട്ടുള്ള അപ്രോച്ചസ് കോമ്പറ്റീറ്റേഴ്സ് കമ്പനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്രോച്ചിങ് ഹെൽപ്സ് ഇൻ എൻലൈറ്റിംഗ് ദി പ്രോസ്പെക്റ്റ് ബൈ പ്രൊവൈഡിംഗ് ഹിം സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോഡക്റ്റ് പ്രൈസ്, കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്ട്സ്, ബെനിഫിറ്റ്സ് എക്സെട്ര ദാറ്റ് ഹീ ക്യാൻ ഡിറൈവ് ഫ്രം ദി പ്രോഡക്റ്റ്. ഇവിടെ പറയുന്നത് പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്ട്സ്, ബെനിഫിറ്റ്സ് എന്നിവയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും ഈ അപ്രോച്ചിങ്ങിലൂടെ സെയിൽസ്മാൻമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് അപ്രോച്ചിങ്. അപ്രോച്ചിങ്ങിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം, ഒന്ന് എഴുതി ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ഏതൊക്കെ മെത്തേഡ്സുകളാണ് അപ്രോച്ചിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്? കാഷിംഗ് ഓൺ ബ്രാൻഡ് നെയിം ഓർ ദി കമ്പനി റെപ്യൂട്ടേഷൻ. സെക്കൻഡ്, കസ്റ്റമർ ബെനിഫിറ്റ് അപ്രോച്ച്. തേർഡ്, ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഓപ്പൺ ദി ഡോർ ഫോർ ദി സെയിൽസ്മാൻ. ഫോർത്ത്, പ്രീമിയം അപ്രോച്ച്, ഗിവിംഗ് സ്മാൾ ഗിഫ്റ്റ് ടു ദി പ്രോസ്പെക്റ്റ്. ഫിഫ്ത്ത്, സ്റ്റോക്ക് അപ്രോച്ച്, ഹൈലൈറ്റിംഗ് ദി റൈസിംഗ് ക്രൈംസ്, റൈറ്റ്സ്, റിസ്ക്, അൺസർട്ടൈനിറ്റീസ്, ഓൾഡ് ഏജ് എക്സെട്ര. സിക്സ്ത് വൺ, സർവേ അപ്രോച്ച്, സർവേയിങ് ദി നീഡ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി പ്രോസ്പെക്റ്റ്. ഫൈനലി, ഇൻട്രാക്റ്റീവ് അപ്രോച്ച്, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻട്രാക്റ്റിംഗ്. അപ്പോൾ അപ്രോച്ചിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന നിരവധി മെത്തേഡ്സുകളാണ് ഇത്. അപ്പോൾ ജസ്റ്റ് എസ് എ ഒക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. നെക്സ്റ്റ് സ്റ്റേജാണ് പ്രസൻറ്റേഷൻ. ദി മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ ദി സെല്ലിംഗ് പ്രോസസ് ഈസ് ദി പ്രസൻറ്റേഷൻ. പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ക്രൂഷ്യലുമായുള്ള സ്റ്റേജാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ദിസ് സ്റ്റേജ് ഈസ് ബേസ്ഡ് ഓൺ എയ്ഡാസ് അപ്രോച്ച്. ഈ പ്രസൻറ്റേഷൻ സ്റ്റേജസ് എയ്ഡാസ് അപ്രോച്ചസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ദിസ് ഈസ് ദി സ്റ്റേജ് ടു ഫോർമലി പ്രസൻറ്റ് ദി പ്രോഡക്റ്റ് ടു ദി പ്രോസ്പെക്റ്റ്. പ്രോഡക്റ്റിനെ ഫോർമലി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റേജസ് ആണ് ഈ പ്രസൻറ്റേഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത്. ദി സെയിൽസ്മാൻ ഷുഡ് എക്സ്പ്ലെയിൻ ദി പ്രോഡക്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റി, യൂട്ടിലിറ്റി, പെർഫോമൻസ് എക്സെട്ര ടു ദി പ്രോസ്പെക്ട്സ്. പ്രോഡക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ, അതുപോലെ തന്നെ യൂട്ടിലിറ്റി, ക്വാളിറ്റി, പെർഫോമൻസ് മുതലായവ സെയിൽസ്മാൻമാർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രസൻറ്റേഷൻ പ്രോസസ്സിൽ മെയിനായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ഡെമോൺസ്ട്രേഷൻ. എന്താണ് ഡെമോൺസ്ട്രേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൂവിങ് ദി characteristics of the products. This highlights various attributes of the product such as utility, performance, service and quality of the product.
പേഴ്സണൽ സെല്ലിങ്സിൻ്റെ 5ാമത്തെ സ്റ്റേജാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ പ്രൂവ് ചെയ്യുന്ന സ്റ്റേജസ് ആണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ വിവിധ ക്വാളിറ്റീസുകൾ, യൂട്ടിലിറ്റീസുകൾ, പെർഫോമൻസ്, സർവീസസ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് എന്നിവ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പ്രോസസ്സ് കൂടിയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് പ്രസൻറ്റേഷൻ്റെ ഒരു ഭാഗമാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ ഈസ് ദ ടാസ്ക് ഓഫ് പ്രൊവൈഡിങ് ദി പ്രൂഫ്സ് ആൻഡ് പ്രൊവൈഡിങ് ദി സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ക്വാളിറ്റി, യൂട്ടിലിറ്റി, പെർഫോമൻസ് ആൻഡ് സർവീസസ് ഓഫ് എ പ്രോഡക്റ്റ് ബൈ എവിഡൻസ് ഓഫ് എക്സ്പെരിമെൻറ്റ്. ഈ ഡെമോൺസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എക്സ്പെരിമെൻ്റൽ എവിഡൻസുകൾ യൂസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ്, യൂട്ടിലിറ്റി, പെർഫോമൻസ്, സർവീസസ് എന്നിവയെക്കുറിച്ചുള്ള പ്രൂഫ് അത് പ്രൊവൈഡ് ചെയ്യുകയും സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന വർക്കിനെയാണ് ഡെമോൺസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടാസ്കിനെയാണ് ഡെമോൺസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ പ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡെമോൺസ്ട്രേഷൻ. ഏതൊക്കെ രീതിയിലാണ് ആ പ്രൂവ് ചെയ്യുന്നത്? ആ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ, യൂട്ടിലിറ്റീസുകൾ, അതുപോലെ തന്നെ പെർഫോമൻസസ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, the importance or advantages of demonstration can be understood from the following point. ഡെമോൺസ്ട്രേഷൻ്റെ പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, എ ഡെമോൺസ്ട്രേഷൻ മേക്ക് ഇറ്റ്സ് പോസിബിൾ ടു ഷോ ദി പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് മോർ ക്ലിയർലി. ഡെമോൺസ്ട്രേഷൻസിലൂടെ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ കൂടുതൽ വ്യക്തമായിട്ട് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് റീഇൻഫോഴ്സ് ദി പ്രോസ്പെക്റ്റ് ബൈയിങ് ഡിസിഷൻസ്. ഇത് റീഇൻഫോഴ്സിലൂടെ ബൈയിങ് ഡിസിഷൻസിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അഥവാ പുതുതായിട്ട് ഉള്ള ഇൻഫോർമേഷൻസുകൾ നമുക്ക് ഓരോ ബൈയിങ് ഡിസിഷൻസിനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ റീഇൻഫോഴ്സസ് കൂടുതലായിട്ട് പോസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രോസ്പെക്റ്റിലൂടെ ബൈയിങ് ഡിസിഷൻസ് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്, അഥവാ കൂടുതലായിട്ട് ശക്തിപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഗീവ്സ് ദി കസ്റ്റമേഴ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കമ്പയർ ദി പ്രോഡക്റ്റ് വിത്ത് അതർ പ്രോഡക്ട്സ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്സ്. മാർക്കറ്റിൽ ലഭ്യമായ മറ്റു പ്രോഡക്ട്സുകളുമായി പ്രോഡക്റ്റ് കമ്പയർ ചെയ്യാൻ ഡെമോൺസ്ട്രേഷൻസ് കൺസ്യൂമേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇൻ ദി പ്രോഡക്ട്സ്. ഡെമോൺസ്ട്രേഷൻസിലൂടെ പ്രോഡക്റ്റിൽ കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അഥവാ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻസിലൂടെ അയാൾക്ക് എന്താണ് കൂടുതലായിട്ടുള്ള കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് സ്പീക്ക് ലൗഡർ ദാൻ ദി സെയിൽസ്മാൻ ആൻഡ് കൺവീൻസ് ദി കസ്റ്റമേഴ്സ് അബൌട്ട് ദി പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. ഡെമോൺസ്ട്രേഷൻസിലൂടെ സെയിൽസ്മാനേക്കാളും ഏറ്റവും ലൗഡായിട്ട് സംസാരിക്കുകയും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഡെമോൺസ്ട്രേഷൻസിനുള്ളത്. നെക്സ്റ്റ് സ്റ്റേജാണ് ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ. എന്താണ് ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ? ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേജാണ് ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ. ഫോർ എവറി ആക്ഷൻ ഓഫ് സെയിൽസ്മാൻ ദർ ഈസ് prospect, pro-action or reaction, that is approval or disapproval. An efficient salesman has the ability to identify the reasons
for raising objection by the prospects and the way to overcome these objections. ഈ ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ എന്നുള്ള സ്റ്റേജ് പേഴ്സണൽ സെല്ലിങ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. മാത്രമല്ല സെയിൽസ്മാന് ഓരോ ആക്ടിവിറ്റീസിലും പ്രോസ്പെക്റ്റിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ ഡിസപ്രൂവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പ്രോ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോ ആക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ്, ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും എന്താണ്, ഓരോ പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ്റെ സാധ്യതകൾ, അവയിലുണ്ടാവുന്ന എതിർപ്പുകൾ, അതുപോലെ തന്നെ റീസണുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സെയിൽസ് പേഴ്സൺസിനെ സാധിക്കുന്നുണ്ട്. ഇതാണ് ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവർകമ്മിങ് ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിങ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേജസ് ആണ്. ഇവിടെ സെയിൽസ്മാനിന് ഓരോ ആക്ടിവിറ്റീസിലും പ്രോസ്പെക്ടസിൻ്റെ അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സെയിൽസ്മാനെ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസിൻ്റെ സാധ്യതകളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ, അതുപോലെ തന്നെ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഈ കാരണങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സെയിൽസ് പേഴ്സൺസിന് സാധിക്കുന്നുണ്ട്. ഏത് സ്റ്റേജസിലൂടെ? ഓവർകമ്മിങ് ഒബ്ജെക്ഷൻസിലൂടെ. നെക്സ്റ്റ്, ക്ലോസ് ദി സെയിൽ. Closing of sales refers to completing sales procedure. It is concerned with the purchase decision. The close can be defined as an act of actually getting the prospect asset. It is the climax or the desired outcome of the entire sales process. Sales process end with getting order. Personal sellings in the 7th stage ആണ് closed sales. ക്ലോസ് ഓഫ് സെയിൽസ് എന്നോട് ഉദ്ദേശിക്കുന്നത് സെയിൽസ് പ്രൊസീജിയേഴ്സുകൾ പൂർത്തിയാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന സ്റ്റേജാണ് ക്ലോസ്ഡ് സെയിൽസ്. ഇത് പർച്ചേസ് ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പറയുന്ന ക്ലോസിംഗ് എന്നുള്ള ടേമിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നത് ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷയുടെ അംഗീകാരം അല്ലെങ്കിൽ ഒരു അസൻറ്റ് അത് ലഭിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ക്ലോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പേഴ്സണൽ സെല്ലിങ്സിൻ്റെ ക്ലൈമാക്സ് ആയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫുൾ സെല്ലിംഗ് പ്രോസസ്സിൻ്റെ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലോസ്ഡ് സെയിൽസിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ സെയിൽസ് പ്രോസസ്സ് എൻഡ് വിത്ത് ഗെറ്റിംഗ് ഓർഡേഴ്സുകൾ ലഭിക്കുന്നതോടെ സെയിൽസ് പ്രോസസ്സ് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്താണ്, ആ ഓർഡേഴ്സ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമ്മുടെ ആ സെയിൽസ് എന്താണ് അവസാനിക്കുകയും ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലോസ്ഡ് സെയിൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് കസ്റ്റമേഴ്സ് നമ്മൾ പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്, അവിടെ സെയിൽസ് പ്രോസസ്സ് എൻഡ് ആവുകയാണ് ചെയ്യുക. നെക്സ്റ്റ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് ഫോളോ അപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് സെയിൽസ് ആക്ഷൻ. പോസ്റ്റ് സെയിൽസ് ആക്ഷൻ ഈസ് നോൺ ആസ് ഫോളോ അപ്പ് ആക്ഷൻ. വിർച്വലി സെയിൽസ് പ്രോസസ് എൻഡ്സ് വിത്ത് ഗെറ്റിംഗ് ദി ഓർഡർ ഫ്രം ബയേഴ്സ്, ബട്ട് ഗെറ്റിംഗ് ഓർഡർ ഈസ് നോട്ട് ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സെയിൽസ്മാൻഷിപ്പ്. The transaction must take place. These steps involve two actions. One is completing of selling formalities and the second is taking the other post sales action. ഫോളോ അപ്പ് എന്നുള്ള സ്റ്റേജാണ് പേഴ്സണൽ സെല്ലിങ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്. ഇവിടെ പോസ്റ്റ് സെയിൽ ആക്ഷൻസിനെ ഫോളോ അപ്പ് ആക്ഷൻസ് എന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ സെയിൽസ് പ്രോസസ് എൻഡ്സ് വിത്ത് ഗെറ്റിംഗ് ദി ഓർഡർ ഫ്രം ബയേഴ്സ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സിൽ നിന്ന് ഓർഡേഴ്സ് ലഭിക്കുന്നതോടെ സെല്ലേഴ്സിൻ്റെ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നുണ്ട്, അഥവാ അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഓർഡർ ലഭിക്കുന്നത് സെയിൽസ്മാൻഷിപ്പിൻ്റെ അൾട്ടിമേറ്റ് ഗോളല്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഓർഡേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും എന്താണ് സെയിൽസ്മാൻഷിപ്പിൻ്റെ അൾട്ടിമേറ്റ് ഗോളായിരിക്കില്ല.
ഇവിടെ ദ ട്രാൻസാക്ഷൻ മസ്റ്റ് ടേക്ക് പ്ലേസ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. 2 സ്റ്റേജസുകളായിട്ട് അഥവാ 2 സ്റ്റെപ്സുകളായിട്ടാണ് ഫോളോ അപ്പിനെ പറയുന്നത്. ഒന്നെന്താണ്, സെല്ലിങ്സിൻ്റെ ഫോർമാലിറ്റീസുകൾ പൂർത്തിയാക്കുക. രണ്ടാമത്തത് ഈ പറയുന്ന പോസ്റ്റ് സെയിൽസ് ആക്ഷൻസുകൾ അത് നടപ്പിലാക്കുക എന്നതാണ് ഫോളോ അപ്പിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്നാണ്. അപ്പോൾ ഫോളോ അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയ്യേഴ്സിൽ നിന്ന് ഓർഡേഴ്സ് ലഭിക്കുന്നതോടെ സെല്ലേഴ്സ് എന്താണ് ആ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോളോ അപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് സെയിൽസ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജസുകളാണ് മെയിനായിട്ട് നമ്മുടെ പേഴ്സണൽ സെല്ലിങ്സിന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 8 സ്റ്റേജസുകളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.